നമസ്കാരം. സ്വന്തം പാർട്ടി പാളയത്തിനുള്ളിലെ നേതാക്കൾക്കെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളൊക്കെ തന്നെ ഉയരുമ്പോൾ കുറ്റകരമായ മൗനം പാലിക്കുകയും അതേസമയം രാഷ്ട്രീയ എതിരാളികളെയൊക്കെ തന്നെ അർദ്ധരാത്രിയിൽ പോലീസ് സന്നാഹം ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുകയും ചെയ്യുന്ന CPM-ന്റെ ഇരട്ടത്താപ്പ് കേരളീയ പൊതുസമൂഹം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആദർശങ്ങളെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും വാചാലമാകുന്ന ഒരു പ്രസ്ഥാനം അധികാരത്തിൻ്റെ തണലിൽ ക്രിമിനലുകളെയൊക്കെ തന്നെ സംരക്ഷിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ ലാഭത്തിനായിട്ട് പോലീസിനെയും ഭരണ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്യുന്ന പിണറായി വിജയൻ്റെ ശൈലി ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയായി ഇപ്പോൾ മാറുകയാണ്. സ്വന്തം അണികൾ പ്രതികളാകുമ്പോൾ നിയമം വഴിമാറുകയും പ്രതിപക്ഷം ശബ്ദമുയർത്തുമ്പോൾ നിയമത്തെ അടിച്ചമർത്തൽ ആയുധമാക്കുകയും ചെയ്യുന്ന ഈ ഇരട്ട നീതി ലജ്ജാകരമാണ്. 2 പതിറ്റാണ്ടോളം ഒരു സ്ത്രീയെ അതിക്രൂരമായിട്ടുള്ള ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയെന്ന CPM നേതാവിനെതിരെയുള്ള പുതിയ പരാതി അത് ആ പാർട്ടി എത്തി നിൽക്കുന്ന ജീർണതയുടെ ആഴം വ്യക്തമാക്കുന്നു. ജബ്ബാർ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കുമ്പള മുൻ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സുധാകരനെതിരെ ഉയർന്നിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഏതൊരു പരിഷ്കൃത സമൂഹത്തെയും ഞെട്ടിപ്പിക്കുന്നതാണ്. 1995 മുതൽ 2023 വരെ നീണ്ടുനിന്ന പീഡന പരമ്പരയും ഭീഷണിപ്പെടുത്തി വിവാഹമോചനം നടത്തിച്ചതും സ്കൂൾ മുറിയിൽ വെച്ച് നഗ്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്തതും ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. +2 വിദ്യാർത്ഥിനികളെയും ജോലി വാഗ്ദാനം നൽകി അധ്യാപകരെയും വരെ ഇയാൾ പീഡനത്തിന് ഇരയാക്കിയെന്ന വെളിപ്പെടുത്തൽ വന്നിട്ടും പ്രതിയെ സംരക്ഷിക്കാനും പരാതിക്കാരിയെ ഒതുക്കി തീർക്കാനുമാണ് പാർട്ടി സംവിധാനങ്ങൾ ഇപ്പോഴും ശ്രമിക്കുന്നത് എന്നത് ആ പാർട്ടിയുടെ ക്രിമിനൽ സ്വഭാവത്തെയാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. പിണറായി വിജയൻ്റെ പോലീസ് ഇത്തരം കേസുകളിൽ സ്വീകരിക്കുന്ന മെല്ലപ്പോക്ക് നയം അത് ഇരകളോടുള്ള തുറന്ന വെല്ലുവിളിയാണ്. തെളിവുകൾ സഹിതം DGPക്ക് പരാതി നൽകിയിട്ടും ഭരണകക്ഷി നേതാവിനെതിരെ നടപടിയെടുക്കാനായിട്ട് പോലീസ് മടിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് ഇവിടെ വിളിച്ചോതുന്നത്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നവർ സ്വന്തം കൂടാരത്തിലെ ക്രിമിനലുകളെ വെള്ളപൂശാനായിട്ട് കാണിക്കുന്ന തത്രപ്പാട് ഇവിടെ അംഗീകരിക്കാനാവില്ല. ഒരു യുവ നേതാവിനെ ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കാനായിട്ട് സൈബർ ഇടങ്ങളിൽ CPM കാണിച്ച ആ പോരാട്ട വീര്യം, സ്വന്തം നേതാവ് ഒരു സ്ത്രീയുടെ ജീവിതം തകർത്തപ്പോൾ എവിടെ പോയി എന്ന പ്രധാന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. കുറ്റവാളികൾക്ക് പാർട്ടിക്കുള്ളിൽ ലഭിക്കുന്ന VIP പരിഗണന കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷയെ അപകടത്തിലാക്കുന്നതാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് കാണിച്ച അമിതമായിട്ടുള്ള ആവേശം ഈ സാഹചര്യത്തിൽ പ്രത്യേകം സ്മരിക്കേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ പേരിൽ രാത്രിയുടെ മറവിൽ കൊടും കുറ്റവാളികളെ പിടികൂടുന്ന ലാഘവത്തോടു കൂടി പോലീസ് രാഹുലിൻ്റെ വീട് വളഞ്ഞത് ഭരണകൂട ഭീകരതയുടെ ഉത്തമ ഉദാഹരണമാണ്. സർക്കാർ വീഴ്ചകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന യുവ നേതാക്കളെ തളയ്ക്കാൻ നിയമത്തെ തന്നെ ദുരുപയോഗം ചെയ്യുന്ന ഭരണകൂടം യഥാർത്ഥ ലൈംഗിക കുറ്റവാളികൾക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രാഹുലിനെ അതിവേഗം ജയിലിൽ അടയ്ക്കാൻ കാണിച്ച ആ ഒരു മനോഭാവം രാഷ്ട്രീയ പകപോക്കലല്ലാതെ മറ്റൊന്നുമല്ല. സമരങ്ങളെ അടിച്ചമർത്താൻ കാണിക്കുന്ന ഈ വീര്യം സ്വന്തം പാർട്ടിക്കാരിലെ പീഡനവീരന്മാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ പിണറായി സർക്കാർ കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? മാധ്യമങ്ങളുടെ നിശബ്ദതയും ഈ വിഷയത്തിൽ അതീവ ഗൗരവമുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട കേസുകളിൽ ഓഡിയോ ക്ലിപ്പുകളും സ്വകാര്യ ചാറ്റുകളും ഒക്കെ തന്നെ പുറത്തുവിടാൻ മത്സരിച്ചിരുന്ന മാധ്യമ കണ്ണുകളൊക്കെ തന്നെ CPM നേതാവിനെതിരെയുള്ള ലൈംഗിക പീഡന വാർത്തകൾക്ക് മുന്നിൽ മനഃപൂർവ്വം കണ്ണടയ്ക്കുകയാണ്. കരുവാരക്കുണ്ടിലും മറ്റും ഒരു മനുഷ്യനെ കടുത്ത വിഷാദ രോഗത്തിലേക്ക് തള്ളിവിട്ട് പ്രതികാരം തീർത്ത CPM ശൈലി സ്വന്തം നേതാക്കൾ പ്രതികളാകുമ്പോൾ ഒരു കറുത്ത തുണിയിട്ട് മൂടി വയ്ക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ നടക്കുന്ന ഈ വാർത്താ മറയ്ക്കൽ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണിന് തന്നെ ഏൽക്കുന്ന കനത്ത ആഘാതമാണ്. സത്യാവസ്ഥകൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് എത്ര കാലം ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും? രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ പോലീസിനെ ചട്ടുകമാക്കുന്ന സർക്കാർ സ്വന്തം പാർട്ടിക്കാർ പ്രതികളാകുമ്പോൾ നിയമത്തെ നോക്കുകുത്തിയാക്കുകയാണ്. 19 വർഷത്തോളം നീണ്ട ക്രൂരമായ പീഡന പരാതി ലഭിച്ചിട്ടും ഈ നേതാവിനെതിരെ നടപടിയെടുക്കാനായിട്ട് മടിക്കുന്നത് CPM-ന്റെ അധപതനത്തിൻ്റെ തെളിവാണ്. ഈ അനീതിക്കെതിരെ കേരളത്തിലെ ജനകീയ കോടതിയിൽ തീർച്ചയായും ഒരു മറുപടി ഉണ്ടാകും. ക്രിമിനലുകൾക്ക് അഭയസ്ഥാനമായിട്ട് CPM മാറുമ്പോൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസും പോഷക സംഘടനകളും മുൻനിരയിലുണ്ടാകും. അധികാരം ഉപയോഗിച്ചുകൊണ്ട് സത്യത്തെ കുഴിച്ചു മൂടാൻ നോക്കുന്നവർക്ക് കാലം കാത്തുവച്ചിരിക്കുന്ന തിരിച്ചടി വിദൂരമല്ലെന്ന മുന്നറിയിപ്പാണ് ഇവിടെ നൽകാനുള്ളത്.